അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2005 മോഡൽ ഹീറോ ഹോണ്ട ഗ്ലാമറാണ്. ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ 20 വർഷത്തെ യൂസർ റിവ്യൂവും ആ ടൈമിൽ എന്തൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് എല്ലാം ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2,40,000 പുറത്ത് ഓടിയ വണ്ടിയാണ്. 2 പ്രാവശ്യം പിസ്റ്റൺ മാറിയ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ എക്സോസ്റ്റ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. ആദ്യത്തെ മോഡലായതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റാർട്ട് അവൈലബിൾ അല്ല. ഇത് ആക്സിഡൻ്റ് ഡാമേജ് ഒന്നുമാണ്, അതുകൊണ്ട് സൈലൻസർ ഗാർഡ് കെട്ടി വച്ചിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ 5 കൊല്ലം മുമ്പ് റീപ്ലേസ് ചെയ്തതാണ്. ഇത് ഹീറോ ഗ്ലാമറിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ടയർ MRF സാപ്പറിൻ്റെ പുതിയ ടയറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 2005 മോഡലായതുകൊണ്ട് തന്നെ അലോയി അല്ല, റിമ്മാണ് വരുന്നത്, നോർമൽ റിമ്മാണ് വരുന്നത്. സ്പീഡോമീറ്റർ റീപ്ലേസ് ചെയ്തതാണ് 5 കൊല്ലം മുമ്പ് റീസ്റ്റോർ ചെയ്തതിന് ശേഷമുള്ള വാക്ക് അറൗണ്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിൽ അന്നത്തെ വണ്ടിയുടെ കണ്ടീഷൻ കാണാവുന്നതാണ്. റിയർ വ്യൂ മിററും റീപ്ലേസ് ചെയ്തിരുന്നു 5 കൊല്ലം മുമ്പ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 13.6 ലിറ്ററാണ്. മൈലേജ് എനിക്ക് ഏകദേശം 50-55 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. എഞ്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 8.9 bhp at 7000 rpm 10.35 Nm ടോർക്ക് അറ്റ് 4000 rpm ആണ് ഇതിൻ്റെ പവർ വരുന്നത്. FI മോഡലിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് വരുന്ന മോഡലിന് ഇതിൻ്റെ ബാറ്ററിക്കൊക്കെ വ്യത്യാസമുള്ളതാണ്. സസ്പെൻഷൻ ഇന്ന് വരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. 20 വർഷം മുമ്പുള്ള അതേ സസ്പെൻഷൻ തന്നെ ഇരിക്കുന്നത്. പിന്നെ ഗ്ലാമറിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഒരു ബാക്കിലത്തെ ഫൈബർ പാർട്സ് എപ്പോഴും ഡാമേജ് വരുന്നതാണ്. ഇതൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. 5 കൊല്ലം മുമ്പ് റീപ്ലേസ് ചെയ്തതാണെങ്കിലും ആക്സിഡൻറ്റിന് ശേഷമാണ് വീണ്ടും ഈ പ്രോബ്ലം വന്നു തുടങ്ങിയത്. പിന്നെ ബാക്ക് റിമ്മ് റീപ്ലേസ് ചെയ്തതാണ്. പിന്നെ സൈലൻസർ പുതിയതാണ്. ഒരു 5000 കിലോമീറ്റേഴ്സ് മുമ്പാണ് സൈലൻസർ മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് എക്സോസ്റ്റ് നേരത്തെ പ്യൂറായിരുന്നത്. പിന്നെ ഒരു ശബ്ദം വന്നത് ആക്സിഡൻറ്റിന് ശേഷം ഈ സൈലൻസർ ഗാർഡിനൊരു ഇഷ്യൂ വന്നതാണ്. അതിന്ന് വണ്ടി ശരിയാക്കും. പഴയ കിക്കർ തന്നെയാണ്, സ്റ്റോക്ക് കിക്കറാണ്, അതും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിനിപ്പോൾ ഉള്ള നിലവിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാക്കിങ് പോയിട്ടുണ്ട്. ഇവിടുത്തെയും സിലിണ്ടറിൻ്റെ മുകളിലുള്ള പാക്കിങ് പോയി ചെറിയ ലീക്കുണ്ട്. അതുമാത്രമേ ഇപ്പോൾ ഇഷ്യൂ ആയിട്ട് വണ്ടിക്കുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് ഓയിൽ മാറി കൊണ്ടുവരുന്ന വലിയ വർക്കൊന്നും വരാത്ത വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 5 കൊല്ലം മുമ്പ് ഇതും മാറിയതാണ്, ക്രാഷ് ഗാർഡ് മാറിയതാണ്. ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ തുരുമ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മാറിയത്.
20 കൊല്ലം മുന്നത്തെ സ്റ്റോക്ക് മെഡിക്കറ്റ് സീറ്റിനകത്തുണ്ടായിരുന്നു. സർവീസിന് കൊടുത്തപ്പോഴും അത് കണ്ടേ. അപ്പോൾ അത് ഇപ്പോൾ കയ്യിലില്ല, കൈവശമില്ല. അത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും സാധാരണക്കാരന് പറ്റിയ മൈലേജും ഉണ്ടായാലും മെയിൻ്റനൻസും ഉണ്ടായാലും സാധാരണക്കാരന് പറ്റിയ വണ്ടി തന്നെയാണ് ഗ്ലാമർ. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലും മാന്യമായ റേറ്റിൽ കിട്ടുന്നൊരു വാഹനമാണ്. ഇതാണ് നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ മെഡിക്കറ്റ്. ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, ഭാഗ്യം കൊണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ക്രീമാണ്, ആൻറ്റിസെപ്റ്റിക് ഫസ്റ്റ് എയ്ഡ് ക്രീമാണ്. ബാൻഡേജ് ആണ് കേട്ടോ അത്. പാക്കിംഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല ഇതുവരെ. ഇതിൻ്റെ സർവീസ് ബുക്കും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇത് ബാൻഡേജ് ആണ് വീണ്ടും. അതുപോലെ തന്നെ ചെയിൻ സ്പ്രോക്കറ്റ്, അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാമറുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതെന്താ? എന്താണെന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത്രയും നാൾ സീറ്റിനകത്തിരുന്നാണ് ഈ പൊടിയായത്. ഇതും ബാൻഡേജാണ്. ഇനി ഒരു ബാൻഡേജും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഫിനിഷ്. ഹെഡ്ലൈറ്റ് ഡീസൻ്റ് ആണ്. നമുക്ക് വണ്ടിയിലൊന്ന് കയറിയിരിക്കാം. എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ് കിട്ടുന്നത്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 790 mm ആണ്. 4 ഗിയറാണ് വണ്ടിക്ക് വരുന്നത്. സിറ്റിയിലായാലും ഹൈവേയിലായാലും അനായാസം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. എനിക്ക് ഫേസ് ചെയ്ത ബുദ്ധിമുട്ട്, ഹൈവേ ഫേസ് ചെയ്ത ബുദ്ധിമുട്ട്, ഒരു 90 കിലോമീറ്റേഴ്സിന് മുകളിലാകുമ്പോൾ ഫ്രണ്ട് ടയർ അത്ര ഗ്രിപ്പ് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ലായിരുന്നു. പുതിയ ടയറിലായാലും ഒരു ക്രോസ് വിൻഡൊക്കെ കൂടുതലുള്ള ടൈമിൽ ഒന്ന് വണ്ടി ഫ്രണ്ട് വീല് പൊങ്ങുന്നതായിട്ടൊക്കെ തോന്നും. അതൊരു ഇഷ്യൂ തന്നെയാണ്, സേഫ്റ്റി ഇഷ്യൂ തന്നെയാണ് അത്. പക്ഷേ എന്താ പറയുക, ഇതൊരു ഹൈവേ ക്രൂയിസർ ബൈക്ക് അല്ലാത്തതുകൊണ്ട് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് റീപ്ലേസ്ഡ് ആണ്. ഈ സ്വിച്ചൊക്കെ അന്നത്തെ സ്വിച്ച് തന്നെയാണ്, മാറ്റിയിട്ടൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെയുള്ളൂ. 20 വർഷം കൊണ്ട് 2,40,000 പുറത്തോടിയ ഗ്ലാമറാണ്. അപ്പോൾ ഇതിന് ഇത്രയും കാര്യങ്ങളാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ തവണ പിസ്റ്റൺ റീപ്ലേസ് ചെയ്ത് 1,00,000 കിലോമീറ്ററിലാണ്. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തത് 2,10,000 കിലോമീറ്ററിലാണ്. അത് പഴയ മീറ്റർ ബോർഡ് ഇപ്പോൾ നമ്മുടെ കൈവശമില്ല, അത് വർക്ക്ഷോപ്പിൽ തന്നെ പോയി. ഇത് കഴിഞ്ഞ റീസ്റ്റോറേഷന് ശേഷം ഇപ്പോൾ 21,293 കിലോമീറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഹീറോ ഹോണ്ട ഗ്ലാമറിൻ്റെ 2005 മോഡൽ ഹീറോ ഹോണ്ട ഗ്ലാമറിൻ്റെ റിവ്യൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ തന്നെ റീപ്ലേസ് ചെയ്ത് എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങളൊരു ഹീറോ ഹോണ്ട ഗ്ലാമർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് റിവ്യൂ വീഡിയോ. അപ്പോൾ ഇനിയും വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.